നമ്മളിപ്പോൾ അത് ഓൾഡ് ബാക്കു സിറ്റിന്റെ എൻട്രൻസ്. അതെ, ഇത് എന്ന് പറയുന്നത് ഇപ്പം വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഒഫീഷ്യൽസിന്റെ കാർസ് മാത്രമേ കയറ്റുള്ളൂ. കൂടുതലും നമുക്ക് ഒരു ബാക്കുവിലെ തന്നെ ഒരു മെയിൻ അട്രാക്റ്റീവ് ഏരിയ ആണ് ഈ ഓൾഡ് ബാക്കു എന്ന് പറയുന്നത്. പഴയ കാലത്തിലുള്ള അവരുടെ കൾച്ചേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പഴയ, അതായത് ബാക്കുവിലെ പഴയ ബാക്കു സിറ്റിയിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. കൂടാണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കുള്ള ബഗ്ഗി കാർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. കുറച്ച് നടക്കാനുണ്ട്, നല്ല ദൂരമുണ്ട്. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം കുറെ ഏരിയാസ് നടന്ന് കാണാനുള്ളതാണ്. അപ്പോൾ മേളിലേക്ക് പോകാനായിട്ടുള്ള സ്ഥലമുണ്ട്. അതുപോലെ എല്ലാം ഇവിടെ എല്ലായിടത്തും ഒന്നും അങ്ങനെ വെഹിക്കിൾസ് അങ്ങനെ എൻട്രി അലൗഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി പ്ലേസ് നമ്മൾ ആൾക്കാർ നടന്നു പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അല്ലേ. അപ്പൊ അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തന്നെ, അതായത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബഗ്ഗി ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഫസ്റ്റ് ആയിട്ട് കണ്ടത് ഒരു പണ്ട് കാലത്തേക്ക് ഇവിടുത്തെ ഉള്ള രീതിയിലുള്ള ഷോളുകൾ, അതുപോലെ ഇവിടെ തണുപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഴയ രീതിയിലുള്ള ക്യാപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റ് വരുന്നവർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളാവോ? നമ്മൾ കയറി വരുമ്പോൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പല ക്വിസീനും ഉണ്ട് കേട്ടോ. ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ ഈ ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ടുള്ള സെന്റർ എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് കൂടാണ്ട് മേളിലോട്ടും കുറെ ഏരിയാസ് ഉണ്ട് അല്ലേ. റൈറ്റ് കുറച്ച് ഇതല്ലേ, നമുക്ക് ലെഫ്റ്റ് പോവാം, എങ്കിൽ എവിടെയെങ്കിലും പോവാം. നമ്മൾ റൈറ്റ് തന്നെ വന്നല്ലേ നമ്മൾ പറഞ്ഞ പ്രകാരം. അപ്പോൾ ഇപ്പം നമ്മൾ വന്ന സമയത്ത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു ബിൽഡിംഗ് കാണിച്ചില്ലേ. ഇത് ആക്ച്വലി ഇതൊരു അക്കാഡമിയാണ്. അതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ആൻഡ് ആന്ത്രപ്പോളജിക്ക് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ അക്കാഡമിയാണ്. ഈ ഒരു ബിൽഡിംഗ് ഫുൾ ആയിട്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താ ഉള്ളതെന്ന് നോക്കാം. ആ പോർഷൻ കണ്ടോ? ഇതെന്താന്ന് പറയാ, നമ്മൾ ഈ കൂടുതൽ ഈ ടർക്കിഷ് ഡ്രാമാസ് ഒക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ കൂടുതലും ഇങ്ങനെ ഓരോ വീട്ടിലായാലും ഷോപ്പുകളിലായാലും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ഓരോ പോർഷൻസ് കാണും. നല്ല രസമാണ് അത്. ടർക്കിഷ് ഡ്രാമയിലൊക്കെ എപ്പോഴും ഇങ്ങനെ വൈകിട്ടൊക്കെ വീടുകളിലൊക്കെ ഇറങ്ങിക്കിരിക്കുന്ന ഈ ഒരു പോർഷൻ അതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മുടെ ഒന്നും അവിടെ ഇങ്ങനെ ഇല്ലല്ലോ. അതെ, പ്രമുഖ വ്ളോഗേഴ്സ് എല്ലാം പറഞ്ഞു എല്ലാ രാജ്യത്തും പോകുമ്പോൾ അവിടുത്തെ സൂനിയർ വാങ്ങിച്ചു. അതെ, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് നമ്മളിങ്ങനെ കുറേ പേര് ഇങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മൾ കുറേ കൺട്രീസ് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന അതുപോലത്തെ സാധനം. ഇതൊക്കെ ഇവിടുത്തെ ഒതന്റിക് സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ആ ടീപോട്ടൊക്കെ കണ്ടില്ലേ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സ്കാർഫുകളാണ്. തുർക്കിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തതും അസർബൈജാനിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സ്കാർഫുകളാണ്. സിൽക്കും അതുപോലെ വൂളൻ വെച്ചിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സ്കാർഫുകളാണ്. ഇത് നമുക്ക് വാങ്ങിച്ചിട്ട് ഇഹാനും വിഷാനും എല്ലാവർക്കും കൊണ്ടുപോകാം. വീട്ടിലുള്ള കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി. ഇത് ഇവരുടെ കൾച്ചറൽ ബേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊരു മുസ്ലിം കൺട്രിയാണ്. സോ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സാണ്. 1968 മോഡൽ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൻസ് എസ് ക്ലാസ് ആണിത്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കാം. സ്റ്റിയറിംഗ് ഒക്കെ കണ്ടില്ലേ, പൊന്നു മോനെ, സീൻ സാധനം. ബെൻസ് ഇതൊക്കെ നാട്ടിൽ കിട്ടണമെങ്കിൽ മ്യൂസിയത്തിൽ പോയി നോക്കണം. നമ്മള് മൈസൂർ പയാന പോയപ്പോ കണ്ടു. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ എന്ത് ഇതാണല്ലേ. അപ്പൊ അവരിങ്ങോട്ട് നമ്മളടുത്ത് പറഞ്ഞു. ഈ വണ്ടി കണ്ടില്ലേ, ഈ വണ്ടി എങ്ങനെയാണോ ഇവര് പുതിയത് ബ്രാൻഡ് ന്യൂ വാങ്ങിച്ചപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ പഴയതാണ്, മാറ്റിയിട്ടില്ല. എല്ലാം അതേപോലെ തന്നെ. അന്നത്തെ കാലത്തും ഇതിന് പവർ വിൻഡോ ഉള്ളതെന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. ഇതിന്റെയൊക്കെ സീറ്റിംഗ് തന്നെ ഉണ്ടല്ലേ,
പട്ടക്ക സീറ്റിങ് ഒരു രക്ഷയില്ലാത്ത സാധനം. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ. ആ കാണുന്നത് എന്താണെന്നറിയോ? അസർബൈജാന്റെ കുറെ പിക്ചേഴ്സിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കുറെ റീൽസിലും കണ്ടിട്ടുണ്ട്. അതാണ് ഫ്ലൈം ടവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ഡേയിൽ പോവാം. നമ്മൾ ഈ ഓൾഡ് സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഈ ബാക്കുവിന്റെ ഏത് റീജിയനിൽ നിന്നാലും ഓൾമോസ്റ്റ് എല്ലാ റീജിയനിൽ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഫ്ലൈം ടവർ എന്ന് പറയുന്നത്. അത്രത്തോളം വലിയ ബിൽഡിംഗ് ആണ്. അതെ. അപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണ് ഫ്ലൈം ടവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പോവാം. അപ്പോൾ നേരെ നമ്മൾ ഓൾഡ് സിറ്റിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് നമ്മൾ നേരെ വെളിയിലോട്ട് പോകാൻ പോവാണ്. എങ്ങനെയുണ്ട് ഓൾഡ് സിറ്റി? ഇഷ്ടപ്പെട്ടോ? ഇനി ഓൾഡ് സിറ്റി കണ്ടിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ നീ, അപ്പോൾ ഞാൻ കുറേ വട്ടം ഇത് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് വന്ന് കണ്ടിട്ട് എന്താണോ നിന്റെ ഒരു അഭിപ്രായം പറ. അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുൾ ആണ് ആ ഒരു ഏരിയ. ഒരുപാട് വണ്ടികളൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും വർഷം മുമ്പേ ഇവരുടെ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചറിൽ എത്ര ബെറ്റർ ആയിരുന്നു നമുക്ക് ഇങ്ങനെ ബിൽഡിങ്സും കാണാൻ മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു ഏരിയ സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കായിട്ട് അവരിപ്പോൾ വെഹിക്കിൾസ് ഒന്നുമില്ലാതെ തുറന്ന് നന്നായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അത് നമ്മളിപ്പം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പഴയ സ്ഥലങ്ങൾ, പഴയ മാർക്കറ്റുകൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതുപോലെ രണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ, പഴയ കാലത്തെ കല്ലുകളൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ബിൽഡിങ്സ് ആണ്. ഈ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ലൈവില് വർക്കിംഗ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ്. ഒന്നും അതായത് വർക്ക് അല്ലാതെ കിടക്കുന്ന ബിൽഡിങ്സ് പലയിടത്തും ഹോട്ടൽസ് അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ബിൽഡിങ്സ് അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോപ്സിനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിസ്റ്ററിയും അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ പഴയ ഒരു കൾച്ചറൊക്കെ മനസ്സിലാക്കണം താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഓൾഡ് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ടൂർ കമ്പനി ഉണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.